അതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ വരുമാനം ലഭിക്കാൻ തുടങ്ങി. ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ് ആവും എന്ന് വിചാരിക്കുന്നവരൊന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല. അതേസമയം ആ ഫാൻസി നമ്പർ സ്വന്തമാക്കാൻ ഞാൻ ചെലവിട്ടത് ഏകദേശം വലിയ സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു അതൊക്കെ. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലു മെഗല്ലൻ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു നേട്ടത്തെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇന്ന് ഈ വീഡിയോയുമായി വന്നിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് താങ്ങായി നിൽക്കുന്ന ആളുകളോടാണല്ലോ നമുക്ക് എന്തെങ്കിലും സന്തോഷം വരുമ്പോൾ നമ്മൾ ആദ്യമായി പങ്കുവെക്കുന്നത്. അത്തരത്തിലാണ് എനിക്ക് യൂട്യൂബ് തന്ന ഏറ്റവും വലിയ സമ്മാനത്തെക്കുറിച്ച് ആദ്യമായി നിങ്ങളോട് തന്നെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്തായാലും നമുക്ക് എന്താണ് ആ സർപ്രൈസ് എന്നുള്ളത് അറിയിക്കാം. അതിനു മുമ്പ് യൂട്യൂബിലെ ഇതുവരെയുള്ള എൻ്റെ യാത്രയെക്കുറിച്ച് ചുരുക്കിയൊന്ന് പറയാം. 2022 ഫെബ്രുവരിയിലായിരുന്നു ഞാൻ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത്. 2012 ജേർണലിസത്തിൽ മാസ്റ്റർ ഡിഗ്രി എടുത്തതിന് ശേഷം ഏകദേശം 1 വർഷത്തോളം മാത്രമായിരുന്നു എനിക്ക് ഈ മേഖലയിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത്. അതിന് കാരണം ആ സമയത്ത് തന്നെ എനിക്ക് അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിലേക്ക് ചേക്കേറണം എന്നുള്ള അതിയായ ഒരു ആഗ്രഹം തോന്നിയതായിരുന്നു. അതുകൊണ്ട് തന്നെ 1 വർഷത്തെ ആ ഒരു കാലയളവിന് ശേഷം അഡ്മിനിസ്ട്രേഷനിലേക്ക് പോവുകയും അവസാനമായി ഞാൻ വർക്ക് ചെയ്തിരുന്നത് ബാംഗ്ലൂരിലെ വളരെ പ്രസിദ്ധമായ എംപയർ ഗ്രൂപ്പിലെ GM-ഉം CEO-യും ഒക്കെ ആയിട്ടായിരുന്നു. ഈ ഒരു പോസ്റ്റിൽ ജോലി ചെയ്യുന്നതിനിടയിൽ എനിക്കൊരു ആരോഗ്യ പ്രശ്നം വരികയുണ്ടായി. അതിനെ തുടർന്ന് ഡോക്ടർമാരുടെ ഒരു ഉപദേശപ്രകാരം കുറച്ചു കാലത്തേക്ക് നാട്ടിലേക്ക് മാറി നിൽക്കണം എന്നുള്ള ഒരു അവസ്ഥ വന്നു. അങ്ങനെയാണ് ബാംഗ്ലൂരിലെ സ്വപ്നതുല്യമായ ആ ഒരു ജോലി ഉപേക്ഷിച്ച് ഞാൻ നാട്ടിലേക്ക് വരികയുണ്ടായത്. വന്നതിന് ശേഷം എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു സന്തോഷം നമ്മൾ പഠിച്ച ആ ഒരു മേഖലയിലേക്ക് തന്നെ പോവാം എന്നുള്ളതായിരുന്നു. എന്ന് വെച്ചാൽ ഞാനൊരു യൂട്യൂബ് ചാനൽ ആരംഭിക്കാൻ വേണ്ടി അന്ന് തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. നേരത്തെ പറഞ്ഞ പോലെ 2022 ഫെബ്രുവരിയിൽ മല്ലു മെഗല്ലൻ എന്ന പേരിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയും വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ട് ഏകദേശം ഒരു 6 മാസത്തേക്ക് കാര്യമായൊന്നും എന്റെ ചാനലിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു സത്യം. പിന്നീട് എത്രയും പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഒരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് നടത്തുകയുണ്ടായി. ഒരുപാടധികം കണ്ടന്റുകൾ കിട്ടണം എന്നുള്ളതായിരുന്നു ആ യാത്രയ്ക്ക് പുറകിലുള്ള കാരണം. പിന്നീട് എത്രയും പെട്ടെന്ന് മോണിറ്റൈസേഷൻ എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി ഷോർട്ട് വീഡിയോസ് ഒരുപാടധികം പോസ്റ്റ് ചെയ്യുകയുണ്ടായി. 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വലിയ നേട്ടത്തിന് വേണ്ടിയായിരുന്നു ഷോർട്ട് വീഡിയോസ് ഇങ്ങനെ തുടരെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ലോങ് വീഡിയോസിന് കൂടെ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി. കാരണം നിങ്ങൾക്കറിയാം, മോണിറ്റൈസേഷന് പ്രധാനമായും വേണ്ട രണ്ടാമത്തെ ഘടകം 4000 വാച്ച് ഹവേഴ്സ് വേണം എന്നുള്ളതാണ്. ഏകദേശം 1.5 മാസത്തിനുള്ളിൽ തന്നെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞു. അതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ വരുമാനം ലഭിക്കാൻ തുടങ്ങി. വലിയ സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു അതൊക്കെ. അതിനുശേഷം കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ 100K എന്ന് പറയുന്ന ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ടുള്ള ആ ഒരു നേട്ടം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞു. അങ്ങനെ 100K ആയതിനു ശേഷം വളരെ പെട്ടെന്ന് ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെ സിൽവർ പ്ലേ ബട്ടൺ ലഭിച്ചു. വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു അതൊക്കെ. പക്ഷേ ഇതുവരെ ആ സിൽവർ പ്ലേ ബട്ടൺ ഒന്ന് അൺബോക്സ് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ യൂട്യൂബേഴ്സിൽ സിൽവർ പ്ലേ ബട്ടൺ ലഭിച്ചിട്ട് അല്ലെങ്കിൽ മറ്റൊരു പ്ലേ ബട്ടൺ ലഭിച്ചിട്ട് ഇതുവരെ അൺബോക്സ് ചെയ്യാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ഈ ഒരു അൺബോക്സിംഗ് ചെയ്യാത്തതിന് പുറകിലൊരു കാരണമുണ്ട്. നിങ്ങൾക്ക് വട്ടാണെന്ന് തോന്നുന്ന ചില കാരണങ്ങളായിരിക്കാം അത്. സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷം കഴിഞ്ഞു. എന്നിട്ടും ഇതുവരെ അൺബോക്സ് ചെയ്യാത്തതിന്റെ പുറകിലുള്ള ആ ഒരു വലിയ രഹസ്യം അടുത്ത ചില എപ്പിസോഡുകളിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. ഇത്രയും കാലത്തെ യൂട്യൂബ് ലൈഫിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു പാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ് ആവും എന്ന് വിചാരിക്കുന്നവരൊന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല. അതേസമയം ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എന്നെ നേരിട്ടറിയാത്ത ഏതോ വിദൂരത്തിരിക്കുന്ന നിങ്ങളെപ്പോലുള്ള നല്ല മനസ്സിനുടമകളായിട്ടുള്ള കുറെ ആളുകളായിരിക്കും നമുക്ക് സപ്പോർട്ടുമായി വരിക. അതിന്റെ തെളിവാണ് ഇന്ന് നമ്മൾ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സിന്റെ മുകളിൽ എത്തി നിൽക്കുന്നത്. ഹായ്, അപ്പോ ഇതാണ് യൂട്യൂബ് നമുക്ക് തന്നു എന്ന് പറയുന്ന ആ ബിഗ് സർപ്രൈസ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണാത്ത ഏറ്റവും വലിയൊരു സമ്മാനമാണ് യൂട്യൂബ് കാരണം നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്തുകൊണ്ട് ജിംനി എന്നുള്ളൊരു ചോദ്യം ഒരുപാടധികം ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരം ഫൈഡോർ ജിംനി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നു എന്ന് അറിഞ്ഞതു മുതൽ കാത്തിരുന്നവരിൽ ഞാനും ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനൊരു വാഹനം സ്വന്തമാക്കാൻ കഴിയുമെന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഒരുപാടധികം റിവ്യൂകളൊക്കെ കാണുമായിരുന്നു നമ്മൾ. പിന്നീട് ക്യൂനോൺ വീൽസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നടത്തുന്ന ഒരു യൂട്യൂബ് ചാനലിലെ ഒരു ഷോർട്ട് വീഡിയോ കണ്ടപ്പോൾ എന്തായാലും ജിംനി എടുത്തേ ഇനി ബാക്കി കാര്യമുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നു. അങ്ങനെ പാലാരിവട്ടം പോപ്പുലർ നെക്സയിൽ നിന്ന് കഴിഞ്ഞ ചെറിയ പെരുന്നാളിന്റെ തലേന്ന് പോയിട്ടാണ് നമ്മൾ ജിംനി ഡെലിവറി എടുത്തു വരുന്നത്. വളരെ നല്ല രീതിയിലുള്ള ഡെലിവറി ഇവന്റ് അവരവിടെ റെഡിയാക്കിയിരുന്നു. പക്ഷേ നമ്മൾ ഫാസ്റ്റിംഗിലായതുകൊണ്ട് തന്നെ കേക്ക് മുറിക്കാനോ മറ്റോ ഒന്നും അവിടെ നിന്ന് അന്ന് സാധിച്ചില്ല. ഞാനും എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ഷാലുവും മാത്രമായിരുന്നു ഈ ഒരു വാഹനം ഡെലിവറി എടുക്കുന്നതിന് വേണ്ടി അന്ന് കൊച്ചിയിലേക്ക് പോയത്. തിരിച്ചെത്തിയതിന് ശേഷം കേക്കൊക്കെ
ഒക്കെ മുറിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മളിത് ആഘോഷിക്കുകയുണ്ടായി. പിന്നെ ജിംനി എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള പ്രധാനമായ ചില കാരണങ്ങളുണ്ട്. ഒന്നാമത് സുസുക്കിയുടെ ആഗോളതലത്തിൽ തന്നെ സ്വീകാര്യമായ ഒരു എഞ്ചിനാണ് ജിംനിക്കുള്ളത് എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തത് അതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്, ഓഫ് റോഡിംഗ് കാപ്പബിലിറ്റി എല്ലാം തന്നെ നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. എന്റെ വീട്ടിലേക്ക് 2 വഴികളാണ് പ്രധാനമായും ഉള്ളത്. അതിൽ ഒരു വഴി പക്ക ഓഫ് റോഡാണ്. ആ ഓഫ് റോഡ് വഴിയിലൂടെ പോവാനും വരാനും ഒക്കെ ഏറ്റവും നല്ലൊരു കമ്പാനിയനായാണ് എനിക്ക് ജിംനിയെ തോന്നിയത്. എന്തായാലും ജിംനി നല്ലൊരു ഓഫ് റോഡറാണ് എന്ന് ആരും തന്നെ നമുക്കൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ ജിംനി ഏറ്റവും നല്ലൊരു ഫാമിലി വെഹിക്കിൾ കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വാഹനം പ്രത്യേകമായി ചൂസ് ചെയ്യാൻ കാരണം. നമ്മുടെ മിക്ക യാത്രകളിലും നമ്മുടെ ഫാമിലി കൂടി നമ്മോടൊപ്പം ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. എന്തായാലും എന്റെ ഫാമിലിക്ക് ജിംനി ചൂസ് ചെയ്തതിനെ കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഫെമി, അപ്പോഴേ നമ്മൾ ഏകദേശം 3000 കിലോമീറ്ററോളം ഈ ജിംനിക്കുട്ടനെ ഓടിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പൊ അതിലൊക്കെ മിക്ക യാത്രകളിലും എൻ്റെ കൂടെ നീയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ എന്താണ് ജിംനിനെ കുറിച്ചിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം? ഫസ്റ്റ് ജിംനി ചൂസ് ചെയ്തതിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിട്ടും ജിംനി ചൂസ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ആദ്യമായിട്ടാണ് ഞാനൊരു 4 വീൽ ഡ്രൈവിൽ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മള് ഫാദറിന്റെ ജീപ്പിലാണ് അധികം നാട്ടിലേക്കൊക്കെ വെക്കേഷന് പോകുമ്പോൾ നമ്മൾ അതില് ഓഫ് റോഡ് ആയിരുന്നു അധികം. നമ്മുടെ റോഡ് പ്രോപ്പർ ആയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങോട്ടുള്ള വഴികളൊക്കെ അപ്പൊ എല്ലാ വണ്ടികളും പോവാത്ത സ്ഥലങ്ങളിൽ പോലും ജീപ്പിൽ പോകാൻ പറ്റുമ്പോൾ അതെല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു. പക്ഷെ അതിലാകെ ഉള്ളൊരു ഡീമെറിറ്റ് എന്ന് പറഞ്ഞത് നമ്മൾ കുട്ടികൾക്കൊക്കെ വോമിറ്റിംഗ് ടെൻഡൻസി വരും. അപ്പൊ ഇപ്പൊ ഞാൻ ഈ ജിംനിയിൽ ട്രാവൽ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എനിക്ക് തോന്നിയെന്താ വെച്ചാൽ മറ്റു കാറിലായാലും മറ്റെന്തിൽ പോകുന്നതിനേക്കാളും കംഫർട്ടാണ്. കുഞ്ഞുങ്ങളായിട്ട് ബാക്കിലിരിക്കുമ്പോൾ അവർക്കായാലും എനിക്കായാലും ഇതുവരെ ഒരു വോമിറ്റിംഗ് ടെൻഡൻസിയോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാനൊരു ബുദ്ധിമുട്ടോ തോന്നിയിട്ടില്ല. അത്രയും കംഫർട്ടബിൾ ആണ്. അപ്പൊ ഇനി ആര് ഇപ്പൊ ഒരു ജിംനി എന്താ അഭിപ്രായം എന്ന് ഒരാൾ ചോദിച്ചാൽ നമുക്ക് കണ്ണടച്ച് സജസ്റ്റ് ചെയ്യാൻ പറ്റും. 100% അത് ട്രസ്റ്റ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് കംഫർട്ടായിട്ട് എത്ര ലോങ് വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. അത്രയും കംഫർട്ടബിൾ ആണ്, സന്തോഷമാണ്. ജിംനി ഒരു ഓഫ് റോഡർ മാത്രമല്ല, ഒരു ഫാമിലി വെഹിക്കിൾ കൂടിയാണ് എന്നാണ് പറയുന്നത്. 100%. കാരണം നമുക്ക് ഇതുവരെ നമ്മൾ ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള റോഡുകളിലൂടെ പല പ്രോബ്ലത്തിൽ ചെന്ന് പെട്ടപ്പോഴും ഈസി ആയിട്ട് ജിംനി ആയതുകൊണ്ട് മാത്രം നമ്മൾ അത് ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ? അതേപോലെ നമ്മുടെ വീട്ടിലേക്ക് 2 വഴികളാണല്ലോ. അതിലൊന്ന് എക്സ്ട്രീം ഓഫ് റോഡാണ്. അപ്പൊ ആ വഴികളിലൂടെ നമ്മൾ പല കാലാവസ്ഥയിലും പോകും വരെയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? അത് ഒന്ന് എക്സ്ട്രീം ഓഫ് റോഡ് എന്ന് പറഞ്ഞപ്പോൾ ഒരു മല തന്നെയാണ്. അപ്പൊ അതിലെ പോകുമ്പോൾ നമ്മൾ പല വണ്ടികളിലായിട്ട് അതിലെ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ജിംനിയിൽ പോകുമ്പോൾ ഇതുവരെ നമുക്ക് ആ ഒരു റോഡിന്റെ പ്രോബ്ലം ഫീൽ ചെയ്തിട്ടില്ല. ഈസി ആയിട്ട് നമുക്ക് കയറാൻ പറ്റുന്നുണ്ട്. അകത്ത് ഇരിക്കുന്നവർക്കായാലും അത്രയും കംഫർട്ടബിൾ ആണ്. ചിലർ പറയുന്നുണ്ട് വാഗ്നർ പോലെ ഒരു കുഞ്ഞു സ്പേസേ ഉള്ളൂ എന്നൊക്കെ. യഥാർത്ഥത്തില് ശരിക്കും ഒരു കുഞ്ഞു വണ്ടിയാണോ അത്? അത് റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് അത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു ടോയ് പോലെ തോന്നുന്നുണ്ട്. പക്ഷെ അതിനകത്തിരിക്കുമ്പോൾ വിശാലമായ സ്പേസ് ഉണ്ട്. നമുക്ക് ട്രാവൽ ചെയ്യാൻ എത്ര വേണമെങ്കിലും ലഗേജ് വെക്കാനുള്ള സ്പേസും കുട്ടികളൊക്കെ ആയിട്ട് കുട്ടിയുടെ ബാഗൊക്കെ കിടത്തിയായിട്ട് നമുക്ക് 3 പേർക്ക് ഈസി ആയിട്ട് ഇരിക്കാം ബാക്കില്. അപ്പൊ നമുക്ക് ഈ ഒരു വണ്ടി സമ്മാനിച്ച നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ എന്താ പറയാനുള്ളത്? എല്ലാവരോടും ഒരുപാട് സന്തോഷം. ഇനിയും എല്ലാ സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ ഇതുവരെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഇനി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ജിംനി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ഇത്ര മാസങ്ങൾ കഴിഞ്ഞാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് റിവീൽ ചെയ്യുന്നത്. അതിന് പ്രത്യേകമായ ഒരു കാരണമുണ്ട്. ഇഷ്ടപ്പെട്ടൊരു ഫാൻസി നമ്പർ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു നമ്മൾ. എന്തായാലും ഇപ്പോ ആ ഫാൻസി നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു CBR 250R നമ്പറാണ് ജിംനിയുടെ നമ്പറായും സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓപ്ഷനിലൂടെയാണ് നമ്മൾ ഈ ഒരു നമ്പർ നമ്മുടെ സ്വന്തമാക്കിയിട്ടുള്ളത്. ആ ഫാൻസി നമ്പർ സ്വന്തമാക്കാൻ ഞാൻ ചെലവിട്ടത് ഏകദേശം 1/4 ലക്ഷം രൂപയാണ്. എന്തായാലും സ്വപ്നതുല്യമായ ഈ ഒരു നേട്ടം നിങ്ങളാണ് എനിക്ക് സമ്മാനിച്ചത്. അതിന് വീണ്ടും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഔട്ട് ഫ്രം മല്ലു മെഗലൻ. വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ട്